വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ ഇന്ന് ജൂലൈ 26 അതാ ആ ഡേ വന്നെത്തിയിരിക്കുകയാണ്. ജൂലൈ 26 നമ്മൾ ഇൻഡസ് എഡ്യൂക്കേഷൻ തൃശ്ശൂർ വെച്ച് നടക്കുന്ന മെഗാ ജോബ് ഡ്രൈവിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് പ്രതീക്ഷിക്കാതെ തന്നെ ഇപ്പോൾ 150ഓളം കുട്ടികൾ ഇവിടെ എത്തിപ്പെട്ട് 400ഓളം രജിസ്ട്രേഷൻ വന്നിട്ട് അതിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുട്ടികളെ മാത്രമാണ് അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. 150ഓളം കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ജോബ് ഡ്രൈവ് സക്സസ് ആവട്ടെ. അതുപോലെ സർട്ടിഫൈഡ് ആയ നോൺ സർട്ടിഫൈഡ് ആവാത്ത പിള്ളേരൊക്കെ ഉണ്ട്. അങ്ങനെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ്. അതുപോലെ നമ്മൾ HR ടീമായ കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും നമ്മൾ എപ്പിസോഡ്സ് ഒപ്റ്റത്തിൻ്റെ 8 പേരോളം വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവരായിട്ടും ഇൻട്രാക്ഷനും അതുപോലെ ഇന്നത്തെ ജോബ് ഡ്രൈവിൻ്റെ ഓരോ ഡീറ്റെയിലും നിങ്ങളെടുത്ത് നിങ്ങളെ ഇൻഡസ് ടോക്സ് വരാൻ പറ്റാത്ത കുട്ടികൾക്കായിട്ട് നമ്മൾ ഇൻഡസ് ടോക്സ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് മുകളിൽ പോയി നോക്കാം എന്താണ് നമ്മളെ പിള്ളേരൊക്കെ വെയിറ്റ് ചെയ്യണോ, എന്താണ് ഇന്നത്തെ ജോബ് ഡ്രൈവ്, എന്തൊക്കെയാണ് ഫോർമാലിറ്റി എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. സോ ലെറ്റ്സ് ഗോ, നമുക്ക് പോയി നോക്കാം. നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. ടെക്നിക്കൽ ലെവലും അതുപോലെ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഫുള്ളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്മിങ് സൂണാണ്. പാർട്ടായിട്ടാവും മേ ബി ഇതാവുക. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ വരാൻ പറ്റാത്ത സ്റ്റുഡൻസിന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികൾ നമുക്ക് നെക്സ്റ്റ് ജോബ് ഡ്രൈവിന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും ഈ ജോബ് ഡ്രൈവ് സക്സസ് ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഇൻഡസ് എഡ്യൂക്കേഷൻ, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. ഓക്കെ, കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഇൻഡസ് ടോക്സ് ചാനൽ കണ്ടിട്ടുണ്ടോ? ഒരുവിധം എല്ലാവരും. നമുക്ക് ഓൾമോസ്റ്റ് 395-400 സംതിങ് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സോർട്ട് ചെയ്ത് നമുക്കറിയാം എപ്പിസോഡ്സ് ഒപ്റ്റം എന്നുള്ള കമ്പനി ആദ്യം എപ്പിസോഡ്സ് മാത്രമായിരുന്നു. ഇപ്പോൾ രണ്ടും കൂടി മെർജ് ചെയ്തിട്ടുള്ള കമ്പനിയായിരുന്നു. നിങ്ങൾക്ക് ലോഗോ ഒക്കെ കണ്ടാൽ മനസ്സിലായിരിക്കും. അപ്പോൾ ആ കമ്പനിയുടെ മെഗാ ജോബ് ഡ്രൈവാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ മെഗാ ജോബ് ഡ്രൈവിൽ നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിലെല്ലാവരും നിങ്ങൾ എലിജിബിൾ കാൻഡിഡേറ്റ്സ് തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് ഞാനും വിശ്വസിക്കുന്നത്. നോൺ ലൈഫ് സയൻസ് ഡിഗ്രി ഗ്രാജുവേറ്റ് വിത്ത് CPC സർട്ടിഫിക്കേഷൻ, അതായത് നോൺ ലൈഫ് സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് BA, BCom, BBA അങ്ങനെയുള്ള ഡിഗ്രീസാണ്. പിന്നെ ലൈഫ് സയൻസ് ഡിഗ്രി ഗ്രാജുവേറ്റ് സുവോളജി, ബയോടെക്നോളജി, ബയോ കെമിസ്ട്രി, അതിൽ ബോട്ടണി അവർ വിത്തൗട്ട് CPC കൺസിഡർ ചെയ്യണില്ല. പിന്നെ ഡോക്ടേഴ്സ്, BDS, BAMS അങ്ങനത്തെ വല്ല ഡിഗ്രിക്കാരുണ്ടോ? അതിൽ BAMS, BDS ഡിഗ്രിക്കാരുണ്ടോ? ചില ജോബ് ഡ്രൈവിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡസിനെ കുറിച്ചിട്ട് ഞാനൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ തരാം. പലരും ഇവിടുന്ന് എൻക്വയറി എടുത്ത് പോയ കുട്ടികളുണ്ടായിരിക്കും. പല ഫേസുകളും പല കോളിലും നമുക്കറിയാം എൻക്വയറി എടുത്ത് പോയ കുട്ടികൾ. അത് എന്തുകൊണ്ടാണ് ഇവിടെ എൻക്വയറി എടുത്ത് പോകാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നുമല്ല, നമ്മൾ ഇൻഡസിന് സ്റ്റാർട്ടിങ് മുതൽ ഇൻഡസ് ഇന്ന് ഇവിടെ നിൽക്കാൻ ഉണ്ടായ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസിൻ്റെ എത്തിക്സ് ആണ്. ഇൻഡസിൻ്റെ എത്തിക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കുട്ടികളും നുണ പറഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കാറില്ല. നമ്മൾ ഡയറക്റ്റ് കാര്യങ്ങൾ പറയും. ഇന്ന കുട്ടികൾക്ക് നമുക്ക് ജോബ് അസിസ്റ്റൻസ്, ചില കുട്ടികൾ വിളിച്ചിട്ട് ചോദിക്കും, മാം നിങ്ങൾ ജോലിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിഷൻ എടുക്കാൻ തരും. ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ. ഞാനായാലും എൻ്റെ HR-മാരായാലും അവർ ഇല്ലാന്നേ പറയുള്ളൂ. നിങ്ങൾക്കിപ്പോൾ അറിയാം ജോബാക്കി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് 100% ആക്കി കൊടുക്കാൻ പറ്റുമെന്ന് പറയാം. പക്ഷെ അതൊരിക്കലും പറയില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ജോലി എന്ന് പറഞ്ഞ ഘടന ഈ 3.5 മാസത്തെ കോഴ്സ് കഴിയണം. അതിൻ്റെ ഇൻ്റർവ്യൂ ഇന്നത്തെ ദിവസം നിങ്ങൾ പാസ്സായി പോകണം. പകുതി ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ജോബാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കില്ല. അതിലൊരു എത്തിക്സ് ഇല്ല.
അതുപോലെ ഇന്ന കുട്ടികൾക്ക് +2 എന്ന് പറഞ്ഞ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് എടുക്കുന്നുണ്ട്. +2 ഉള്ള കുട്ടികളെ ജോലിയാക്കി തരാം, നിങ്ങൾക്ക് അങ്ങനെ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ പെട്ടുപോയ കുട്ടികളുണ്ട്. +2 ഉള്ള കുട്ടികൾക്ക് ചിലവർക്ക് കിട്ടുന്നുണ്ട്. അവർ ഏജായി സർട്ടിഫൈഡ് ആയിട്ട് ചില കമ്പനി, അത് ഏത് കമ്പനിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചില കമ്പനി എടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കമ്പനിയും നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഇതിൽ തന്നെ ഉണ്ടാവാം നമ്മളെ വിളിച്ചിട്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്ത കുട്ടികൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് മാത്രമാണ് അഡ്മിഷൻ എടുക്കാറുള്ളൂ. കഴിഞ്ഞ മന്തിലും അത് ഒരു കുട്ടി വിളിച്ച് ചോദിച്ചു, HR-ൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളിപ്പോൾ ജോലിയാക്കി തരുന്ന ഉറപ്പ് പറഞ്ഞാൽ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ തന്നു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് ജോലിയാക്കി തരാൻ പറ്റും, പക്ഷെ അസിസ്റ്റൻസേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ജോലി എന്നുള്ള ഘടന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ഞാൻ വരാം ഇന്നത്തെ ഇൻ്റർവ്യൂലോട്ടും ഇന്നത്തെ സെഷനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഒരു ജോലിയിൽ എങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിനൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇന്നത്തെ ജോബ് ഡ്രൈവിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അതിന് മുന്നായിട്ട് നമ്മൾ ഇൻഡസ് ചെയ്യുന്ന സർവീസസ് എന്ന് പറയുന്നത് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആഫ്റ്റർ +2 അവർ ഡിഗ്രി ഇന്ത്യയിലായാലും ഡിഗ്രി ഏത് ഡിഗ്രി ആയാലും, അതുപോലെ MBBS BDS എന്നുള്ള സർവീസുകൾ നമ്മൾ ബാംഗ്ലൂർ, അതുപോലെ ചെന്നൈ, അതുപോലെ തന്നെ അബ്രോഡ്, ജോർജിയൻ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ചിലവർ. അതുപോലെ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഒരുപാട് സർവീസസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇൻഡസ് എഡ്യൂക്കേഷൻ മെഡിക്കൽ കോഡിംഗ് മാത്രമല്ല, അതല്ലാതെ ഉള്ള സർവീസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡസിൻ്റെ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഇൻഡസിനുള്ള ബ്രാഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ കേരളത്തിൽ തൃശ്ശൂരാണ്, അതേപോലെ UAE ദുബായിലാണ് വരുന്നത്. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് നമ്മൾ ഓഫീസ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡസിൻ്റെ സർവീസസ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ഇൻഡസ് ടോക്സ് ചാനലുണ്ട്. ആ ചാനൽ മെഡിക്കൽ കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേലിസ്റ്റിൽ എൻ്റെ വീഡിയോ നോക്കി പഠിക്കുന്നവരുണ്ടോ? വലിയ കഥയൊന്നുമില്ല, എന്നാലും അറിയണ പോലെ എൻ്റെ അറിവ് പോലെ ഇട്ടിട്ടുണ്ട്. ഞാനും അത്ര വലിയ നോളജുള്ള ആളൊന്നുമല്ല, എൻ്റെ അറിവ് പോലെ ഇട്ടിട്ടുണ്ട്. ചില കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടാറുണ്ട്, പഠിക്കാറുണ്ട്. അതിൽ മെഡിക്കൽ കോഡിങ്ങിൻ്റെ പ്ലേലിസ്റ്റിൽ എൻ്റെ വീഡിയോ കണ്ട് ബോറടിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയണില്ല. പ്ലേലിസ്റ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. അതുപോലെ ഇപ്പോൾ തന്നെ പറയണ ഈ ജോബ് ഡ്രൈവ് കഴിഞ്ഞു, നാളെ വിളിക്കണം ഔട്ട്സൈഡ് സ്റ്റുഡൻസ് മാം ജോലിയാക്കി തരുമോ ചോദിച്ചാൽ നോന്നേ പറയാൻ പറ്റുള്ളൂ. അതൊരിക്കലും പോസിബിൾ അല്ല. ഈ ജോബ് ഡ്രൈവ് എൻ്റെ 1 വർഷം 2 വർഷമായിട്ട് കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മാം ഒരു ജോബ് ഡ്രൈവ് ഞങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടും, അതുപോലെ ഒരുപാട് കുട്ടികൾ വിളിച്ചിട്ടുമാണ് ഇങ്ങനൊരു ജോബ് ഡ്രൈവ് നമ്മൾ ഇതാക്കി. ഇനി മിക്കവാറും ആഫ്റ്റർ 1 ഇയറിന് ശേഷമാണ് ഔട്ട്സൈഡ് കുട്ടികൾക്ക് ഉള്ള ജോബ് ഡ്രൈവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരിക്കലും നാളെ മറ്റന്നാളോ നിങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചാൽ എനിക്ക് പോസിബിൾ അല്ല, നോ. പിന്നെ ഒരു ജോലിക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടായ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞു അല്ലേ, ഡിഗ്രി കഴിഞ്ഞിട്ട് അതേപോലെ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഫഷണലി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ജോബ് ഡ്രൈവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഫോം ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് താഴെ തന്നെ എഴുതിയിട്ടുണ്ട്, ഡു നോട്ട് ഈ നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യരുത്. ഗൂഗിൾ ഫോമിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും കുറേ കുട്ടികൾ അനാവശ്യമായിട്ടുള്ള ഡൗട്ടുകൾക്ക് വിളിച്ചിട്ടുണ്ട്. അവർക്ക് അതിൻ്റേതായ മറുപടി എൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരും വിഷമിക്കേണ്ട. ഒരു ജോലി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പോഴേ നമ്മളൊക്കെ ഫീഡ് ചെയ്യാൻ ആൾക്കാരുണ്ടാവുള്ളൂ. നമ്മളിനിപ്പോൾ വലിയ ആൾക്കാരായി, ഇനി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊരു ഒരു കമ്പനി പോയി, ഓക്കെ കമ്പനി അറ്റൻഡ് ചെയ്യുന്നുണ്ട്, കമ്പനിയോട് ചോദിക്കുക നിങ്ങൾ ഉറങ്ങിയോ, നിങ്ങൾ അങ്ങനെ ആക്കിയോ, നിങ്ങൾ ഇങ്ങനെ ആക്കിയോ, അങ്ങനത്തെ ചെറിയ ഡൗട്ടുകൾ കമ്പനിയോട് ചോദിച്ചാൽ അവരെന്താ പറയുക, മതി നിങ്ങൾക്ക് ഇവിടെ ജോലി ഇല്ല എന്നല്ല പറയാം. അതുപോലെ ഇപ്പം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നല്ല വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്കായി ഒരു ജോബ് ഡ്രൈവ് ഒരുക്കിയാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഈ സില്ലി ക്വസ്റ്റ്യൻസ് ആയിട്ട് അവർക്ക് വിളിക്കരുത്. കാരണം അവർ ഓൾറെഡി നിങ്ങൾ ഈ ജോബ് ഡ്രൈവ് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് ഓടായിരിക്കും. ഇപ്പം ഞാനായാലും റിസെൻ്റ്ലി ഒരു 2-3 ദിവസമായിട്ടുള്ള നാട്ടിലെത്തിയിട്ട്, ഞാൻ UAE-യിലായിരുന്നു. അപ്പോൾ നാട്ടിലെത്തിയിട്ട് ഒരു 2-3 ദിവസമായിട്ടുള്ളൂ. എനിക്ക് എൻ്റേതായ തിരക്ക്, എനിക്കിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളെ ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ട തിരക്കുകളുണ്ട് ആഫ്റ്റർ 1 ഇയറിന് ശേഷം. അപ്പോൾ ഈ സില്ലി ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിളിച്ചാൽ നമുക്ക് ഓൾറെഡി ദേഷ്യം വരാണ്ടിരിക്കുക. പക്ഷേ ദേഷ്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ചിലർക്കൊക്കെ ചെറിയ വിഷമങ്ങളൊക്കെ ആയിട്ടുണ്ടാവും.
എന്നിട്ട് അതുപോലെ എലിജിബിലിറ്റി പറഞ്ഞിട്ടും ആ കുട്ടികളെ എലിജിബിൾ അല്ലാത്ത കുട്ടികൾ വീണ്ടും വെറുതെ വിളിച്ചു നോക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൊഫഷണലി നമ്മളെ സ്റ്റാറ്റസ് മീൻസ് നിങ്ങൾ ഓരോരുത്തരുടെ പ്രൊഫഷനെ എഫക്റ്റ് ചെയ്യണ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ഉള്ള ഒരു ടിപ്പാണ്, നമ്മളൊരു ഇൻ്റർവ്യൂ ആര് അറേഞ്ച് ചെയ്താലും സില്ലി ക്വസ്റ്റ്യൻസ് ആസ് എ ഇൻ്റർവ്യൂവർ എടുത്തോ നിങ്ങൾ സില്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. പിന്നെ ഇനി ബോണ്ട് ഉണ്ടോ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയും അവർ വേണ്ട നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നോളാൻ പറയും. ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യാതെ നമ്മൾ എവിടെയും എത്തില്ല. ഞാൻ ഇന്നിവിടെ നിൽക്കണ്ട, ഞാൻ അത്ര വലിയ ആളൊന്നും ആയിട്ടില്ല, എന്നാലും ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്ട്രെയിൻ ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ മെഡിക്കൽ കോഡിങ്ങിൻ്റെ ജോലി എൻ്റെ ഇൻഡസ്ട്രിയിലത്തെ സ്റ്റുഡൻസ് ആയാലും പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആയാലും എല്ലാവരോടും പറയാനുള്ളത് 1 ഇയർ ബുദ്ധിമുട്ടാൻ റെഡി ആയിട്ടുള്ള കുട്ടികൾ മാത്രം ജോയിൻ ചെയ്താൽ മതി. അല്ലാത്തൊരു ജോയിൻ ചെയ്യേണ്ട. ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പാടുണ്ട്, അത് ഏതൊരു ജോലിയിലായാലും കഷ്ടപ്പാടുണ്ട്. എന്നാലും നിങ്ങളോട് പോയിട്ട് റോഡ് വെട്ടാനോ ഇതാക്കാനോ എന്നല്ലല്ലോ പറയുന്നത്. മെൻ്റലി ഉള്ള കുറച്ച് ടെൻഷൻസും കാര്യങ്ങളും ഫസ്റ്റ് ഇയറിൽ നമ്മളത് സെറ്റപ്പായി വരാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ അത്രയും സാലറിയും ചിലവർക്ക് വർക്ക് ഫ്രം ഹോം ആവശ്യമുള്ളവർക്ക് വർക്ക് ഫ്രം ഹോം കിട്ടുന്നുണ്ട്. ഫസ്റ്റ് തന്നെ കിട്ടണില്ല കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് കിട്ടുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക.